ഓം നമോ നാരായണായ. നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തണമെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെയൊക്കെ താമസിച്ച വിളക്ക് കൊളുത്തിക്കൊണ്ടിരുന്നത്. നമ്മളത്തെ എഴുന്നേറ്റൊക്കെ ആയിരുന്നു, 6 മണിക്ക് ശേഷമൊക്കെ ആയിരുന്നു. അപ്പം ഓരോ സ്വാമിമാരുടെയൊക്കെ വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്നും പറയുന്ന പ്രകാരം ഞാൻ വെളുപ്പിനെ എഴുന്നേൽക്കാൻ തുടങ്ങി. ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു 3:30-ക്കും 4:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ഭയങ്കര ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് സത്യമാണെന്നും മനസ്സിലായി. ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. നമുക്ക് മനസ്സിനുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി ജീവിതത്തിൽ ആ ദിവസം മുഴുവൻ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആയിരിക്കും. അത് ഒത്തിരി നല്ല ഉണർവാണ് മനസ്സിന്. അതുകൊണ്ട് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് വെക്കുക. പിന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നതിനെപ്പറ്റി അത് വേറൊരു വീഡിയോ ചെയ്യാം. അങ്ങനെയും ഞാൻ ചെയ്തിട്ടുണ്ട്. 41 ദിവസം അടുപ്പിച്ച് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നത് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും ആ ഒരു 4 മണി 4:30 മുമ്പായിട്ടെങ്കിലും എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച് നാമം ജപിക്കുക. പിന്നെ നാമജപം അത് നമുക്ക് അത്യാവശ്യമാണ്. ദൈവത്തിനെ മാത്രമേ ഉള്ളൂ നമുക്ക് മുറുകെ പിടിക്കാനുള്ളത്, പ്രത്യേകിച്ച് ഈ കലികാലത്ത്. അപ്പം എല്ലാവരും വെളുപ്പിനെ എഴുന്നേറ്റ് വിളക്ക് വയ്ക്കുക, നാമം ജപിക്കുക. അത് വിഷ്ണു സഹസ്രനാമം, മഹാലക്ഷ്മി അഷ്ടകം, അങ്ങനെയുള്ള നാമങ്ങളൊക്കെ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ദിവസവും വീടുകളിൽ ചെല്ലുന്ന വളരെ ഐശ്വര്യമാണ്. ഞാൻ എന്നും ഇപ്പോൾ ചെല്ലാറുണ്ട്. മഹാലക്ഷ്മി ദേവിയെയും ഭഗവാനോടൊപ്പം തന്നെ ദേവിയെയും പ്രാർത്ഥിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. എല്ലാവർക്കും നന്മ വരട്ടെ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ.